വിശാലിനിയുടെ വരും എപ്പിസോഡിലെ കുറച്ച് ഭാഗമാണ് പറയാൻ പോകുന്നത്. തെലുങ്ക് സീരിയലിനെ ആസ്പദമാക്കിയാണ് ഇത് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏകദേശം കഥയൊക്കെ ഇതുപോലെ തന്നെയാണ്. അങ്ങനെ സത്യപരീക്ഷണമൊക്കെ പാതി വഴിക്ക് മതിയാക്കിയിട്ട് പ്രീതി അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ശാലിനി പോവുകയാണ്. അന്നേരം സുസ്മിതയും സത്യഭാമയും പിന്നാലെ പോകുന്നുണ്ട് ശാലിനി എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ സത്യഭാമ ശാലിനിയോട് തിരക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ. അന്നേരം പ്രീതി കിടക്കുന്ന മുറിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ശാലിനി. അന്നേരം ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ഭാമ ഡൈവോഴ്സ് പേപ്പർ കാണിച്ചിട്ട് ഇതിൽ ഒപ്പിട്ട് തരാനായിട്ട് പറയുകയാണ്. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോകണം, കള്ളം പറഞ്ഞിട്ട് ഭാമയുടെ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ ഭാമ പറയുകയാണ്. അന്നേരം ഞാൻ ഒപ്പിട്ട് തരില്ല, 2 മാസം കൂടി എനിക്ക് സമയം വേണമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഭാമ കേൾക്കുന്നുമില്ല, സമ്മതിക്കാൻ തയ്യാറാകുന്നുമില്ല. തുടർന്ന് നീ എന്തിനാ, ഏത് ഡോക്ടറെ കാണാനാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് ശാലിനി നിൽക്കുന്ന റൂമിലേക്ക് കയറാൻ തുടങ്ങുകയാണ് ഭാമയും സുസ്മിതയും. അതേസമയം സുസ്മിതയ്ക്ക് അറിയാം പ്രീതി അവിടെ ഉണ്ടെന്ന്. എന്നാൽ ഭാമ റൂം തുറക്കാനായി പോകുമ്പോൾ പെട്ടെന്ന് ശാലിനി പറയുകയാണ്, ഞാൻ ഒപ്പിട്ട് തരികയല്ലേ വേണ്ടത് സത്യാമ്മേ, ഞാൻ പേപ്പർ ഒപ്പിട്ട് തരാമെന്ന്. തുടർന്ന് ഭാമ റൂം തുറക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് തിരിയുകയാണ്. തുടർന്ന് ശാലിനി ആ പേപ്പർ വാങ്ങി ഡിവോഴ്സ് പെറ്റീഷനിൽ ഭാമയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുന്നു. ശാലിനി ഒപ്പിട്ടപ്പോൾ തന്നെ ഡിവോഴ്സ് കിട്ടിയ സന്തോഷത്തിലാണ് സുസ്മിത. അതിനുശേഷം കുറേ രണ്ട് എപ്പിസോഡുകൾക്കൊക്കെ ശേഷം സുസ്മിതയെ വിവാഹം കഴിക്കാനായിട്ട് വിഷ്ണുവിനെ നിർബന്ധിക്കുകയാണ് ഭാമ. അന്നേരം അത് സുസ്മിതയ്ക്കും സന്തോഷമാകുന്നു. തുടർന്ന് രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിക്കുകയാണ് സത്യഭാമയുടെ നിർബന്ധപ്രകാരം. അന്നേരം അതിൻ്റെ തലേ ദിവസം ശാലിനിയുടെ വീട്ടിൽ ചെന്ന് വിഷ്ണു കുടിച്ച് ബോധമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയുമോ, എന്തിനാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നതെന്ന്. അന്നേരവും ശാലിനി പ്രീതിയുടെയും അർജുൻ്റെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. എന്നാൽ അതേസമയം ശാരദാമ്മയും ശാലിനിയും ഒക്കെ വിവാഹം വന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഭാമ. അത് സുസ്മിതയുടെ നിർബന്ധപ്രകാരമാണ് വന്ന് വിളിക്കുന്നത്. വിഷ്ണു തൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ശാലിനി അത് കാണണം എന്ന സുസ്മിതയുടെ ഒരു വാശിയുടെ പുറത്താണ് സത്യഭാമയെ കൊണ്ട് അങ്ങനെ കല്യാണത്തിന് വിളിപ്പിക്കുന്നത്. ശാരദാമ്മയും ശാലിനിയും കുടുംബത്തോടെ വരണമെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അത് സമ്മതിക്കുകയാണ് ശാലിനിയും. തുടർന്ന് കല്യാണ ദിവസം വന്നെത്തുകയാണ്. വളരെ സന്തോഷത്തോടെ ഒരുങ്ങി എങ്ങനെ നിൽക്കുകയാണ് കതിർമണ്ഡപത്തിലേക്ക് കയറാനായിട്ട് സുസ്മിത. അന്നേരം ശാലിനിയും അവിടെ എത്തിയിട്ടുണ്ട്. വളരെ വിഷമിച്ചാണ് ശാലിനി ഓരോരോ സന്ദർഭങ്ങളൊക്കെ ഓർക്കുന്നത്. വിഷ്ണുവിനെ കണ്ടതും വിഷ്ണുവിനോട് വഴക്കടിച്ചതും പിന്നീട് താൻ താലി കൊടുത്തിട്ട് കല്യാണം കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടതും തുടർന്ന് വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും അങ്ങനെ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് അങ്ങനെ ഒരു സൈഡിലിരിക്കുകയാണ് ശാലിനി. പിന്നീട് വിഷ്ണു തന്നെ IAS എക്സാം എഴുതിക്കാനായിട്ട് കൊണ്ടുപോയതും അന്നേരം പിന്നീട് ബുള്ളറ്റ് പഞ്ചറായതും സൈക്കിളിൽ കൊണ്ടുപോയതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം കൂടി വരികയാണ്. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ സന്തോഷമൊക്കെ അഭിനയിച്ച് വിഷ്ണുവിൻ്റെ വിവാഹം കാണാനായി നിൽക്കുകയാണ് ശാലിനി. അതേസമയം ഈ മുഹൂർത്തങ്ങൾക്കൊക്കെ സാക്ഷിയാകാൻ വേണ്ടി വന്നിരിക്കുന്ന രാഘവൻ നായരും പ്രീതിയുമൊക്കെ ഏറെ സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. പ്രീതിയാണെങ്കിലോ ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. താൻ കാരണമാണ് വിഷ്ണുവും ശാലിനിയും രണ്ടായതും തുടർന്ന് വിഷ്ണു സുസ്മിതയെ കല്യാണം കഴിക്കാൻ പോകുന്നതും എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പ്രീതി. അതേസമയം വിഷ്ണു വന്ന് ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ അവസാന നിമിഷമാണ്, ഇനിയെങ്കിലും നിനക്കൊന്ന് സത്യം പറയാൻ പറ്റുമോ, എനിക്ക് സുസ്മിതയെ വിവാഹം കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, നീയാണ് എൻ്റെ മനസ്സിൽ, നിനക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനമുള്ളൂ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷെ ഒരു മറുപടിയും പറയാതെ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ് ശാലിനി. ഒരുപക്ഷെ ഞാൻ സുസ്മിതയുടെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ അതൊരു ചരട് കെട്ടുന്നത് പോലെ ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും ഭാര്യയായിട്ട് സുസ്മിത എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നും എൻ്റെ മനസ്സിൽ നീ തന്നെയായിരിക്കും ഭാര്യ. ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയ് എന്ന് വീണ്ടും പറയുകയാണ് വിഷ്ണു. എല്ലാവരുടെയും മുമ്പിൽ നിന്റെ സത്യസന്ധത തെളിയിക്കാം, നീ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് വിഷ്ണു. പക്ഷെ മറുപടിയൊന്നും ശാലിനി പറയുന്നില്ല. ഈ സന്ദർഭങ്ങളൊക്കെ കണ്ട് ആകെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അന്നേരം പ്രീതി. ഒന്നും പറയാനാകാതെ രാഘവൻ നായരും കൂടെയുണ്ട്. അതേസമയം കൂടി നിന്നവരെല്ലാവരും കേൾക്കുകയാണ് വിഷ്ണു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. നീ സമയം മെനക്കെടുത്താതെ വരുന്നുണ്ടോ, മുഹൂർത്തമായി, താലി കെട്ടാനുള്ള സമയമായി എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ സങ്കടവും ചോദ്യവും ഒക്കെ കേട്ട് ശാരദാമ്മയും ശാലിനിയോട് പറയുന്നുണ്ട്, മോളെ നീ ഇനിയെങ്കിലും സത്യം തുറന്നു പറയ് എന്നൊക്കെ. പക്ഷേ വീണ്ടും ശാലിനി പറയുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് തന്നെയാണ് എന്നൊക്കെ. ഇനി ശാലിനി സത്യം പറയില്ല എന്ന് മനസ്സിലായ വിഷ്ണു അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങുകയാണ്. അതേസമയം താലി കെട്ടാനായി താലി
വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. അന്നേരം ആകെ ടെൻഷനോടുകൂടി അങ്ങ് വിയർക്കുകയാണ് പ്രീതി നിന്നവിടെ. വിഷ്ണു താലി കെട്ടാനായി പോകുമ്പോഴേക്കും പ്രീതി അങ്ങ് തലകറങ്ങി വീഴുന്നു. അന്നേരം മോളേന്നും പറഞ്ഞ് രാഘവൻ നായർ വിളിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് പ്രീതിയെ പിടിച്ച് ഒരു സ്ഥലത്തേക്ക് കിടത്തുന്നു. താലിയൊക്കെ ഉപേക്ഷിച്ച് വിഷ്ണു പ്രീതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്താ പറ്റിയതെന്നും പറഞ്ഞ്. അന്നേരം പ്രീതിയാണെങ്കിൽ ശാലിനിയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ പോകണോ, എന്താ ഡോക്ടറെ വിളിക്കാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട എന്ന് പറയുകയാണ് ശാലിനി. അത് കേട്ട് സുസ്മിതയും ശരിവെക്കുന്നുണ്ട്. വേണ്ട, ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണ്ട, അത് ചിലപ്പോൾ പ്രഷർ കൂടിയതായിരിക്കും എന്നൊക്കെ. പക്ഷേ സുസ്മിത പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രീതി ഗർഭിണിയാണെന്ന് അന്നേരം എല്ലാവരും അറിയില്ലേ, അന്നേരം താലികെട്ട് മുടങ്ങും, പിന്നെ വിവാഹം നടക്കില്ല എന്നൊക്കെ ഉദ്ദേശിച്ചാണ് സുസ്മിത അങ്ങനെ പറയുന്നത്. എന്നാൽ അതേസമയം കല്യാണത്തിന് വന്നതിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അന്നേരം ആ ഡോക്ടർ വന്ന് പ്രീതിയെ പരിശോധിക്കുകയാണ്. അതേസമയവും സുസ്മിത ബഹളം വയ്ക്കുന്നുണ്ട്. താലി കെട്ടുന്നില്ലേ, മുഹൂർത്തം കഴിയാറായി എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ദേഷ്യപ്പെട്ട് ആകെ അങ്ങ് ചാടിക്കടിക്കാൻ ചെല്ലുകയാണ് വിഷ്ണു. എൻ്റെ സഹോദരി ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോൾ നിനക്ക് താലി കെട്ടാനാണോ അത്യാവശ്യം, ഒന്നും മിണ്ടാതെ അവിടെ നിൽക്ക് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് സുസ്മിതയെ നേരെ നോക്കി. അതേസമയം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഫാമ മകളുടെ ഈ അവസ്ഥയിൽ. തുടർന്ന് ഡോക്ടർ പരിശോധിച്ച ശേഷം എങ്ങനെയുണ്ടെന്ന് ഫാമ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അതെ, പ്രഗ്നൻ്റായ കുട്ടിയല്ലേ, കുറേ നേരമായില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട്, രാവിലെ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ച് കാണില്ല, BP കുറച്ച് കൂടിയതാണ്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നേരെയാവുമെന്ന് ഡോക്ടർ അങ്ങ് ഒരു കൂസലുമില്ലാതെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഫാമയൊന്ന് അമ്പരക്കുന്നു. പ്രഗ്നൻ്റോ, ആര് എന്ന് തിരക്കുകയാണ് ഫാമ. അന്നേരം ഡോക്ടർ പറയുകയാണ്, അതെ, ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ്, ബോഡി കുറച്ച് വീക്കാണ്, പ്രഷർ കുറച്ച് കൂടിയതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അതൊക്കെ കേട്ട് വല്ലാതെ അങ്ങ് ഡോക്ടർക്ക് നേരെ ദേഷ്യം വരികയാണ് ഫാമയ്ക്ക്. പ്രീതി പ്രഗ്നൻ്റോ, എൻ്റെ മോള് പ്രഗ്നൻ്റ് അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകും എന്നൊക്കെ ഫാമയങ്ങ് പറയുന്നു. അന്നേരം ശാലിനിയാണെങ്കിൽ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അതുവരെ ഒന്നും സംസാരിക്കാതിരുന്ന രാഘവൻ നായർ പറയുകയാണ്, അതേ ഫാമയെ, പ്രീതി പ്രഗ്നൻ്റ് ആണ്, ശാലിനിയല്ല ഗർഭിണി, പ്രീതിയാണ് പ്രഗ്നൻ്റ് എന്ന് പറയുകയാണ് രാഘവൻ നായർ. നീ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞാലോ എന്നൊക്കെ പേടിച്ചാണ് പ്രീതി ഇതൊന്നും പറയാതിരുന്നത്. ഇതൊക്കെ എനിക്കും അറിയാമായിരുന്നു, ശാലിനിക്കും അറിയാം. പ്രീതിക്ക് വേണ്ടിയാണ് ശാലിനി ആ ഗർഭം ഏറ്റെടുത്തത്, കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ശാലിനി അങ്ങനെയൊക്കെ ചെയ്തതും അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രീതിയെ നീ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച വിഷ്ണുവിനെ ഉപേക്ഷിക്കാനായിട്ട് ഡൈവോഴ്സ് പേപ്പറിൽ ശാലിനി ഒപ്പിട്ട് തന്നതും എന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ പ്രീതിക്കും ബോധം തെളിയുന്നു. അന്നേരം ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ശാലിനി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നറിയുമ്പോൾ ശാലിനിയെക്കുറിച്ച് അഭിമാനമൊക്കെ തോന്നുകയാണ് വിഷ്ണുവിന്. തുടർന്ന് കല്യാണത്തിന് വന്നവരൊക്കെ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ സുസ്മിതയാണെങ്കിൽ കതിർ മണ്ഡപത്തിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് വിഷ്ണുവിന് വേണ്ടി സുസ്മിത ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. ആകെ ദേഷ്യം കൊണ്ടങ്ങ് ജ്വലിച്ച് നിൽക്കുകയാണ് സുസ്മിത. ഈ ഭാഗം വരും എപ്പിസോഡാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും മലയാളത്തിലെന്നാണ് ഉദ്ദേശം. നമുക്ക് വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി കാണാം. ഓക്കെ, താങ്ക് യു.